ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കാബേജ് കൊണ്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ രുചിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് കാബേജ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ ചോപ്പറിലാണ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ വളരെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കാൻ പാടില്ല. കട്ട് ചെയ്ത ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മാവ് ഭയങ്കര ലൂസായി പോവും. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി ഇതിലോട്ട് കുറച്ച് കടലമാവ് ചേർത്ത് മിക്സാക്കി എടുക്കാം. കടലമാവിന് പ്രത്യേകിച്ചൊരളവില്ല. മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റണം. ആ ഒരു ലെവലെത്തുന്ന രീതിയിൽ നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടിയാൽ മതി. കടലമാവിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പക്ഷേ കടലപ്പൊടിയാണ് കൂടുതൽ ടേസ്റ്റ്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ പാകത്തിനായി കിട്ടിയാൽ മതി. വെജിറ്റബിൾസും കടലപ്പൊടിയും എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനും വെക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി മാവ് ഭയങ്കര ലൂസായി പോവും. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാ ഈ ഒരു ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ. ഈ മിക്സ് ചെയ്ത് വെച്ച മാവിൽ നിന്ന് ഒരു ചെറിയ ബൗളെടുത്ത് നന്നായി ഉരുട്ടി കൊടുത്ത ശേഷം മറുകൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടിക്കോളും. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. എനിക്ക് മാവിൽ നിന്ന് 12 എണ്ണത്തിനുള്ളത് റെഡിയാക്കി എടുക്കാൻ പറ്റി. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും ഉപയോഗിക്കാം. ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ പരത്തി വെച്ച മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. 2 മിനിറ്റൊക്കെ ഇതുപോലെ വെച്ച ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഏകദേശം ഈ ഒരു കളറായി കിട്ടിയാൽ മതി. നന്നായി ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമില്ല. 2 സൈഡും ഇതുപോലെ മൊരിഞ്ഞു വന്ന ശേഷം നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇതും ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ക്രഞ്ചിയുമായിട്ടാണ് ഇതിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. വീട്ടിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ ക്യാബേജ് തോരൻ വെക്കാൻ കിട്ടില്ലെന്ന് ഉറപ്പാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെയും ഉണ്ടാക്കൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്